രാജ്യത്തെ പാചകവാതക വിലവർധനവിൽ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തി. അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് രാജ്യങ്ങളിലെ വിലക്കയറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സാധിച്ചതാണ് അദ്ദേഹത്തിന്റെ വാദം. ലോകത്തെവിടെയും ഇത്തരത്തിൽ വില വർദ്ധിച്ചിട്ടുണ്ടെന്നും അതിനിടയിലും രാജ്യം മികച്ച രീതിയിലാണ് പ്രതിരോധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇതേ സമയം തന്നെ പെട്രോൾ, ഡീസൽ വിലകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക വിലയിൽ വൻ വർധനയാണ് എണ്ണ കമ്പനികൾ വരുത്തിയത്. 19 കിലോ വരുന്ന LPGക്ക് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിലെ നിരക്കനുസരിച്ച് 2078 രൂപയിൽ നിന്ന് വാണിജ്യ LPG സിലിണ്ടറിന് 3071 രൂപയായി ഉയർന്നു. 5 കിലോ വരുന്ന മിനി സിലിണ്ടറുകളുടെ വിലയും ഉയരും. 261 രൂപയുടെ വർധനവാകും 5 കിലോ സിലിണ്ടറുകൾക്ക് വരിക. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വില ഉയർത്തിയിട്ടില്ല. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 19 കിലോ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 3 തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാർച്ചിൽ 144 രൂപയും തുടർന്ന് ഏപ്രിൽ 1 ഏകദേശം 200 രൂപയും വർദ്ധിപ്പിച്ചു. LPG ലഭ്യതക്കുറവിനെ തുടർന്ന് വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തിലും നിയന്ത്രണമുണ്ട്. ഇതിനിടയിലാണ് വിലവർധനവ് കൂടി വന്നിരിക്കുന്നത്. LPG ലഭ്യതക്കുറവ് ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി ബാധിച്ചിരുന്നു.